പാതിരാ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ സങ്കടം രാവിലെ തന്നെ കർത്താവിന്റെ അടുത്ത് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പാതിരാ കുർബാനയ്ക്ക് പങ്കെടുത്ത എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ഒക്കെ പറയുന്നത് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. തവണത്തെ രൂപം വളരെ മനോഹരമായിരുന്നു. 10 മിനിറ്റത്തെ എന്റെ പരിശ്രമത്തിന് ശേഷം ഇങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടിയത്. ഇന്നത്തെ പരിപാടികളെല്ലാം തീർന്നപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ പോയത് പെരുമാതുറ മുതലപ്പൊഴിയിലോട്ട്. വലിയ വലിയ ഷോപ്പിംഗ് മാളുകളുടെ കടന്നവരോടുകൂടി ഞങ്ങൾക്കിടയിൽ അന്യം നിന്നുപോയ കലാരൂപമാണ് ഈ കടപ്പുറത്ത് വന്നിരിക്കുക. ഒരു 5 വർഷം മുന്നേ വരെയും ഞങ്ങളുടെ ക്രിസ്മസും ന്യൂ ഇയറും ഈസ്റ്ററും ബർത്ത്ഡേയും കല്യാണവും എല്ലാത്തിൻ്റെയും പര്യവസാനം ഈ കടൽപ്പുറമായിരുന്നു. എന്ത് വിശേഷമാണെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടി രാത്രി വരെ ഇവിടെ ഇരുന്ന് കളിച്ചും ചിരിച്ചും വിശേഷം പറഞ്ഞും പങ്കുവെച്ച് എത്രയോ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇതെന്നെ മാത്രം എക്സ്പീരിയൻസ് അല്ലല്ലോ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവില്ല ഇതുപോലെ അനുഭവങ്ങളെ. ബൈ ദ വേ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ ദിവസം പുറത്ത് വെച്ച് 2-3 പേര് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതുപോലെ ബോട്ട് പോകുന്നത് നോക്കി നിൽക്കാൻ. കാരണം എൻ്റെ അച്ഛനും ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ചായ ഇല്ലാതെ എന്താഘോഷം. ചായയൊക്കെ കുടിച്ച് നേരെ പോയത് കടൽ തീരത്ത്. ശരിക്കും ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന അത്രയും സന്തോഷവും സമാധാനവും തൃപ്തിയും മനസ്സമാധാനവും വേറെ ഒരിടത്ത് പോയാലും കിട്ടില്ല. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആദ്യം ഓടി വന്നു. ഹായ് പറയ്. അങ്ങനെ സൺസെറ്റും കണ്ട് കുറേ ക്വാളിറ്റി ടൈം മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട്. കഴിഞ്ഞ 2-3 ദിവസം തിരക്കായിരുന്നതുകൊണ്ട് തന്നെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല. തിരിച്ചു വരുന്ന വഴി പെരുമാതുറ സിറ്റിയിലെ ഈ കഫേയിൽ ഒന്ന് കയറി. മുന്നേ കുറിച്ച് ചായയിലെ അതൃപ്തി ഇത്തവണത്തെ കട്ടനിൽ മാറി കിട്ടി. കട്ട സ്മെല്ല് ചെയ്തതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഉണ്ടായിരുന്ന തലവേദന പകുതിയും പോയി. ചായ ആയിരുന്നാലും പഴംപൊരി ആയിരുന്നാലും മസ്റ്റ് ട്രൈ ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി നാളെ കാണാം.